പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ നീക്കം. ജർമ്മനിയിലുള്ള രാഹുലിനെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കി. രാഹുലിന് ജർമ്മൻ പൗരത്വമില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും കൂടി സ്ത്രീപീഡന കുറ്റം ചുമത്തി കേസിൽ പ്രതി ചേർക്കും. പ്രതിയുടെ അമ്മ ദേഹാസ്വസ്ഥതയെ തുടർന്ന് ചികിത്സയിലായതിനാൽ ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്നത് വൈകും. ദീപക് മലയമ്മ നൽകും വിശദാംശങ്ങൾ. ദീപക്, ഇനി പോലീസിന് മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് രാഹുലിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അതിൽ ജർമ്മൻ പൗരത്വമില്ല രാഹുലിന് എന്ന് വ്യക്തമായിട്ടുണ്ട് അന്വേഷണത്തിൽ. ഒപ്പം തന്നെ ബന്ധുക്കളുടെ മൊഴിയെടുക്കുക, പ്രത്യേകിച്ച് അമ്മയുടെയും സഹോദരിയും മൊഴിയെടുക്കുക എന്നുള്ളത് കൂടിയാണുള്ളത്. ശ്രുതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാഹുൽ പി ഗോപാലിനെ വിദേശത്ത് നിന്ന് ഇവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത്ര കണ്ട് എളുപ്പമുള്ള നടപടിക്രമമല്ല. ബ്ലൂ കോർണർ നോട്ടീസ് നിലവിൽ നൽകിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അവിടെ നിന്നുള്ള മറുപടി നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും റെഡ് കോർണർ നോട്ടീസിലേക്ക് പോലീസ് കടക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് രാജ്യത്തിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് അത്തരത്തിൽ റെഡ് കോർണർ നോട്ടീസ് നൽകുമ്പോൾ നയപരമായ കുറേ കാര്യങ്ങളിൽ തീരുമാനം വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള അത്തരത്തിലുള്ള തീരുമാനം വന്നതിന് ശേഷം മാത്രമായിരിക്കും റെഡ് കോർണർ നോട്ടീസിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുക. പ്രത്യക്ഷത്തിൽ എളുപ്പത്തിൽ പ്രതിയെ രാജ്യത്തേക്ക് എത്തിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ സാധിക്കുക. മറ്റൊന്ന്, ഈ കേസിൽ ഇന്നലെ തന്നെ പ്രതിയുടെ സുഹൃത്തായിട്ടുള്ള രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് റിപ്പോർട്ട് അടക്കം നൽകി കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിദേശത്തേക്ക് കടക്കാൻ പ്രതിക്ക് സഹായം ചെയ്തു എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. പക്ഷേ അത് കോടതി പൂർണ്ണമായും നിരസിച്ച രാജേഷിന് ജാമ്യം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് ഈ കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിലുണ്ടായ വീഴ്ചകളെല്ലാം മറയ്ക്കുന്നതിന് വേണ്ടി മുഖം രക്ഷിക്കൽ നടപടി എന്നോ കണക്കെ പല വിധത്തിലുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ എടുക്കേണ്ട നടപടികൾ എടുക്കാത്തത് കൊണ്ട് തന്നെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അന്വേഷണ സംഘം അനുഭവിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി ഈ പ്രതിയുടെ അമ്മയും ഒപ്പം തന്നെ സഹോദരിയും ഒക്കെ ആരോപണ വിധേയരാണ്. അത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ കുടുംബം വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ആ നിലയ്ക്ക് ഉന്നയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ അമ്മയ്ക്കും സഹോദരിക്കും ഉൾപ്പെടെ നോട്ടീസ് കൊടുക്കുന്ന നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ പോലീസ് ആരംഭിച്ചതാണ്. പക്ഷേ അവർ രണ്ടുപേരും പോലീസിന് മുന്നിൽ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വീണ്ടും നോട്ടീസ് നൽകാനാണ് പോലീസിന്റെ തീരുമാനം. പക്ഷേ അതേസമയം തന്നെ ഈ പ്രതിയുടെ അമ്മ ദേഹാസ്വസ്ഥതയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതുകൊണ്ട് ഇന്നും അത്തരത്തിൽ മൊഴിയെടുക്കുന്ന നടപടിക്രമങ്ങൾ നടക്കാനുള്ള സാധ്യത തുലോം തുച്ഛമാണ്. തത്വത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ പോലീസിന് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി ഈ പ്രതിയുടെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്യലിന് ഹാജരാക്കി പ്രതി ചേർക്കപ്പെട്ടാൽ പോലും അത് ജാമ്യത്തോടു കൂടി അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. പ്രതിയെ വിദേശത്തേക്ക് കടക്കാൻ ഒരു സഹായം നൽകുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പിന്തുണയുണ്ടായി എന്നുള്ളത് നേരത്തെ തന്നെ ആരോപിക്കപ്പെട്ട കാര്യമാണ്. അതായത് ഈ കേസിൽ പരാതി വന്ന ഘട്ടം മുതൽ തന്നെ പോലീസ് കൃത്യമായ നടപടിയെടുക്കുന്നതിലേക്ക് കടന്നിരുന്നില്ല. അതിൻ്റെ കൂടി ഭാഗമായാണ് പന്തീരങ്കാവ് SHO AS സരിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും മറ്റുദ്യോഗസ്ഥർക്കെതിരെ അത്തരത്തിൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളത് അറിയാനുണ്ട്. അതേസമയം തന്നെ പ്രതിയെ രാജ്യത്തേക്ക് എത്തിച്ച് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയാനുമുള്ളത്. ശ്രുതി.